ഇന്ന് IPL നിന്നും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ആ വാർത്ത വന്നത്. കടുത്ത വിമർശനങ്ങളും മാനസിക സമ്മർദ്ദവും നേരിടുന്ന മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ഫ്രാഞ്ചൈസി വിടാനായി ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത്. മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലും പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ് താനെന്നാണ് ഹർദിക് അറിയിച്ചിരിക്കുന്നത്. സീസണിന്റെ പകുതിയിൽ വെച്ച് തന്നെ ഈ തീരുമാനം ടീം മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും സീസൺ കഴിയുന്നതുവരെ ഹർദിക്കിനോട് ക്യാപ്റ്റൻസിയിൽ തുടരാനായി മുംബൈ ഇന്ത്യൻസ് ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് ഇന്ന് ഇൻസൈഡ് സ്പോർട്സ്, ക്രിക്ക് ബസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി 2024 മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത ഹർദിക് പാണ്ഡ്യ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ടീം വിടുന്ന കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു. പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചതോടെ പരസ്പര ധാരണയോടെ പിരിയാൻ ഹർദിക്കും മുംബൈ ഇന്ത്യൻസും തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഹർദിക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, കൂടാതെ പൂർണ്ണമായും ക്ഷീണിതനുമായിരുന്നു. ടീമിന്റെ കടുത്ത സമ്മർദ്ദം താങ്ങാനായി സാധിക്കുന്നില്ല എന്നും എല്ലാ ചുമതലകളും മാറ്റിവെച്ചുകൊണ്ട് താൻ ഒഴിയാനായി തയ്യാറാണ് എന്ന് ഹർദിക് പാണ്ഡ്യ അറിയിച്ചിരുന്നു. ടീമിലെ ചില സീനിയർ താരങ്ങൾ താൻ പറയുന്നതുൾപ്പെടെ കംപ്ലീറ്റായി നിരസിച്ചതും തന്റെ തീരുമാനങ്ങൾ മുൻപോട്ട് നടത്തുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടായി മാറിയിരുന്നു. രോഹിത് ശർമ്മയാണ് ഹർദിക് പ്രതികരണത്തിലൂടെ ഉദ്ദേശിച്ചതെന്ന് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സീനിയർ താരങ്ങൾ ഉൾപ്പെടെ ടീമിലുള്ള സാഹചര്യത്തിലും ഹർദിക്കിന്റെ തീരുമാനങ്ങൾക്ക് യാതൊരു വിലയും അവർ നൽകിയിരുന്നില്ല എന്നും ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും ക്യാപ്റ്റൻസി ഒഴിയുന്നതിലേക്ക് നയിച്ചു എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും മുംബൈ ഇന്ത്യൻസ് വിട്ടതോടുകൂടി പല ടീമുകളും ഹർദിക്കിന് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും സജീവമാണ്. CSK ടീം ഹർദിക് പാണ്ഡ്യയെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും കാണുന്നുണ്ട്.